നമുക്കിന്നൊരു അടിപൊളി ഞണ്ടേറി ഉണ്ടാക്കിയാലോ? അതിനായി 2 മീഡിയം സവാള കനം കുറച്ചരിഞ്ഞത്, 25 കൊച്ചുള്ളി ചെറുതായി എരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് 2 എണ്ണം, കറിവേപ്പില, ഒരു മീഡിയം തക്കാളി, ഞണ്ട് 1 കിലോ കഴുകി വൃത്തിയാക്കി വെച്ചത്. അതിനുശേഷം ഒരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കൊച്ചുള്ളി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. കൊച്ചുള്ളി നന്നായി വാടി വരുമ്പോൾ സവാള കനം കുറച്ചരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സവാള വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാലും ഞാനും കൂടെ ഒന്ന് പറയുവാണ് കേട്ടോ. ഞാൻ അങ്ങനെയാണ് നോർമലി ചെയ്യുന്നത്. അപ്പോൾ നന്നായി സവാള വാടി വരുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അതിനുശേഷം നമ്മളതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കും. മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 2 നുള്ള്, പെരുംജീരകത്തിൻ്റെ പൊടി 1 നുള്ള്, ഗരം മസാല 1 സ്പൂൺ, മല്ലിപ്പൊടി 4 ടേബിൾ സ്പൂൺ എന്നിവയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ പൊടിയും നമ്മൾ വഴറ്റിയ സവാളയുമായി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് സവാളയ്ക്കകത്ത് നമ്മുടെ ഈ പൊടികളുടെയൊക്കെ ടേസ്റ്റ് ഇറങ്ങണം കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ പച്ചമണം മാറുന്നതുവരെ വെയിറ്റ് ചെയ്യുക. ഈ പച്ചമണം മാറിയില്ലെന്നുണ്ടെങ്കിൽ കറികൾക്കകത്ത് ഇതിൻ്റെ ഒരു പച്ച ചുവ ഇങ്ങനെ എടുത്ത് നിൽക്കും. അതിനുശേഷം നമ്മളൊന്ന് അടച്ചു വെക്കുക. അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഈ പച്ചമണം നന്നായി മാറിയെന്ന് ഉറപ്പായതിന് ശേഷം നമ്മളിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികൾ ഇടുന്ന സമയത്ത് തീ എപ്പോഴും സിമ്മിൽ വെച്ചിരിക്കണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൊടി അടുക്കി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ തക്കാളി നന്നായി വഴഞ്ഞു വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് നമ്മുടെ ഇന്നത്തെ താരമായ ഞണ്ടിന് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഞണ്ടും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ടും നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഈ മസാലയായിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്ത മസാലയും ഞണ്ടുമായിട്ട് നല്ലോണം ചേരണം. അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് 1/2 ഗ്ലാസ് ചൂടുവെള്ളം ചേർക്കണം. മസാലകൾ ചേർത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ പച്ചമണം മാറിയിട്ട് പച്ചവെള്ളം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കറിയുടെ ടേസ്റ്റ് അങ്ങ് പോകും കേട്ടോ. അങ്ങനെ നമ്മൾ 1/2 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്തതിന് ശേഷം അതിലേക്ക് ഉപ്പിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തു നമ്മൾ അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നമ്മൾ വേവിക്കുക. 15 മിനിറ്റ് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഞണ്ട് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടിരിക്കും. അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചവെളിച്ചെണ്ണയും ഒഴിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യുക. കുറച്ച് തണുത്തതിന് ശേഷം നമ്മൾ ഈ അടപ്പ് തുറന്ന് നോക്കിയാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി മണമൊക്കെ ഉള്ള ഞണ്ട് കറി റെഡിയായിട്ടുണ്ട്. നമുക്കിത് ചോറിൻ്റെയോടൊപ്പമോ കപ്പയോടൊപ്പമോ അപ്പത്തിൻ്റെ ഒപ്പമോ ഇനി അല്ലെങ്കിൽ പുട്ടിൻ്റെ ഒപ്പമോ ഒക്കെ കഴിക്കാൻ വളരെ അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.